Afternoon. Good afternoon. Afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Screen കാണാമോ? കാണുന്നുണ്ട്. ഇതിലോട്ട് ചൂടൊക്കെ ചൂട് നല്ല പൊരി. നല്ല ചൂടല്ലേ? ചൂടും നോമ്പും എല്ലാം കൂടിയാണ്. ചൂടും അതന്നെ നോമ്പാണ് നമ്മൾക്ക്. അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. എന്തേ തണുപ്പ്? നോമ്പ് എന്താണെന്ന് അറിയില്ലേ? ഒരു ഇവിടെ മാസം. 2 ദിവസം കൊണ്ട് ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ ദാ വീണ്ടും ഭയങ്കര ചൂടാ. എന്നെ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്? ഇവിടെ എവിടെയായിരുന്നു? എന്റെ ഫോൺ ചീത്തയായി പോയി മിസ്സേ. ഡിസ്പ്ലേ പോയി. ഫോണില്ലാതെ നമുക്കൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരു മാസത്തെ മെസ്സേജ് എല്ലാം കൂടെ വന്ന് എന്റെ ഫോണ് ഹാങ് ആയി ആകെ പ്രശ്നമായി ഫുള്ള്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി എനിക്ക്. എന്തോ? ടീച്ചറെ, നോമ്പ് എന്താണെന്ന് അറിയില്ലേ? നോമ്പ് ഞാൻ പറഞ്ഞല്ലോ. തണുപ്പ് എന്താണെന്ന് ചോദിച്ചു. ഓക്കെ. റംസാനല്ലേ? നോമ്പും ചൂടും കൂടെ ആകുമ്പോ ഭയങ്കര പാടായിരിക്കും അല്ലെ? വെള്ളം കുടിക്കാൻ പറ്റത്തില്ലല്ലോ. വെള്ളം കുടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്? വെള്ളം കുടിക്കാൻ പ്രശ്നമുണ്ടോ? അവർക്കൊന്നും കഴിക്കാൻ പാടില്ല. വെള്ളം കുടിക്കാവോ? ഒന്നും കുടിക്കാൻ പറ്റില്ല. വെള്ളമൊന്നും കുടിച്ചൂടാ. ഒക്കെ തുപ്പിക്കളയാനല്ലേ പറ്റുള്ളൂ, അത് ഇറക്കാൻ പറ്റത്തില്ലല്ലോ. അതെ. അവരൊന്നും കഴിക്കത്തില്ലല്ലോ, ഗുളിയൊന്നും കഴിക്കത്തില്ലല്ലോ. ഇല്ല. 5 മണി തൊട്ട് രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 6:30 ബാങ്ക് വിളിക്കുന്നവരല്ല. ഞാൻ മുസ്ലിങ്ങളെ ഇടക്ക് കിടക്കുന്നോണ്ട് എനിക്കറിയാം. ഒരു മാസമല്ലേ നോയമ്പ്? അതെ. Prayer. Prayer. ആരാണ്? ലിഞ്ചു. My life is in you, Lord. My strength is in you, Lord. My hope is in you, Lord. Is in you, in you. My life is in you, Lord. My strength is in you, Lord. My hope is in you, Lord. Is in you, in you. I will praise you with all of my life. I will praise you with all of my strength, with all of my life, with all of my strength, with all hope in you. My life is in you, Lord. My strength is in you, Lord. My hope is in you, Lord. Is in you, in you.
Thank you. Okay. Good afternoon, ma'am, and all my dear friends. I'm Sharanya from Kasargod. Today's thought: people will forget what you said, people will forget what you did, but people will never forget how you made them feel. ജീവിതത്തിൽ നാം ഒരാളെയും വിഷമിപ്പിക്കരുത്, കാരണം നിങ്ങളിൽ നിന്നുള്ള അനുഭവം അവർ ജീവിതകാലം മുഴുവൻ മറക്കില്ല. അവർ നിങ്ങളുടെ പേരോ പ്രവൃത്തിയോ മറക്കാം, എന്നാൽ നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറിയെന്ന് ഒരിക്കലും മറക്കില്ല. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Okay. Signing. Ma'am, sign. Good afternoon, kids. Today we learn some colors with coloring. Are you ready? Here we go. Rose color, where are you? Here I am, how do you do? Purple color, where are you? Here I am, how do you do? Lime color, where are you? Here I am, how do you do? Red color, where are you? Here I am, how do you do? Green color, where are you? Here I am, how do you do? Orange color, where are you? Here I am, how do you do? Blue color, where are you? Here I am, how do you do? Yellow color, where are you? Here I am, how do you do? Rose color, where are you? Here I am, how do you do? Yellow duck, where are you? Here I am, how do you do? Thank you. Very good, Anatolia. അടിപൊളി. Thank you, Miss. Thank you. വീഡിയോ ഓണാക്കി പറയുമ്പോൾ അത് നല്ല രസം തന്നെയാണ് അല്ലേ? വീഡിയോ ഓണാക്കിയാല് അതെ, വീഡിയോ നോക്കിയാൽ നല്ല രസമാണ്. അത് ആരുടെയും മെമ്മറിയാ കളിപ്പാട്ടം? എന്റെ മോന്റെ ആയിരിക്കും എന്തായാലും. എന്താ മിസ്സേ? കേട്ടില്ല. ഇത് ആരുടെയാണെന്ന്? കുട്ടിയുടെ ഇതെന്റെ മോന്റെയാണോ? മകന്റെ സാധന. ഉപകാരപ്പെട്ടില്ലേ? ഉപകാരപ്പെട്ടു. അതിൽ ഒരു റിങ് അവൻ എടുത്തിട്ട് പോയിട്ട് ഇപ്പൊ ഞാൻ പെട്ടെന്ന് വലിച്ചു വാങ്ങിച്ചിട്ട് വന്നിട്ട് കയറ്റി വെച്ചതാ. അൻവരീനൊക്കെ ആദ്യമായിട്ട് കാണാറുണ്ടോ ക്ലാസ്സില്? ഉണ്ടാവാറുണ്ടോ? അതുണ്ടല്ലോ മാം, ഞാൻ B.Ed ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് എക്സാമും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഇതിലായിരിക്കും. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സാ കൂടുതലും കേൾക്കുന്നതൊക്കെ ഇപ്പൊ. ശരി. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞേ? B.Ed ഏതാണ് എടുക്കുന്ന സബ്ജക്ട്? ഇംഗ്ലീഷ്. റെഗുലർ ക്ലാസ് ആണോ? അല്ലല്ല, എന്നാ ഇങ്ങനെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കുന്ന ഓഫ്ലൈന്. ഓക്കെ. അല്ല, ഓൺലൈൻ. എല്ലാവരും ഭക്ഷണം കഴിച്ചാന്ന് ചോദിക്കണ്ടേ? കുറച്ച് പേര് നോയമ്പാണ്, കുറച്ച് പേര് കഴിച്ചിട്ടുണ്ടാവും അല്ലെ? ഇല്ല മിസ്സേ, അടുക്കള നിക്കണേ ഉള്ളൂ. അപ്പൊ സമയത്രയായി? ഇന്ന് കൊറേ തുണി അലക്കാൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വന്നപ്പോ ലേറ്റ് ആയി. അവിടുത്തെ റീലെടുത്ത് ഫോൺ ഹാങ്ങായി പോയതാണോ? അല്ലല്ല, റീൽസ് ഇടയ്ക്ക് എടുക്കുമെന്നേ ഉള്ളൂ മിസ്സേ, എപ്പോഴും എടുക്കാറില്ല. എടുക്കുന്ന ദിവസം കുറച്ച് കൂടുതൽ എടുക്കും, എന്നിട്ട് പോസ്റ്റ് ചെയ്യണേന്ന്. റീൽ പുതിയ വിശേഷമുള്ള ആരെങ്കിലും? പുതിയ വിശേഷമൊന്നുമില്ല, ഇവിടെയൊക്കെ ഉത്സവങ്ങൾ അമ്പലത്തില്.
എന്തൊക്കെയാ ടീച്ചറെ വിശേഷം? കൊറേ മെസ്സിന് കാലത്ത് വിശേഷങ്ങളൊന്നുമില്ലേ? എനിക്കറിയാം ശേഷം ഞങ്ങളൊരു ടൂർ കഴിഞ്ഞ് എന്റെ ക്ഷീണത്തിലില്ല. ഓഹോ, എവിടെ മിസ്? ഞങ്ങളിവിടെ സ്റ്റാഫ് റൂം ഫോൺ കംപ്ലൈന്റ് ആണ്. സ്റ്റാഫ് ടൂർ ഉണ്ടായിരുന്നു സ്മാർട്ട് സ്ട്രീറ്റ് ആണോ? നല്ല ക്ലൈമറ്റ് അല്ലേ? നല്ല തണുപ്പായിരുന്നു. നല്ല രസമായിരുന്നു. കോടയൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ കോടയായിരുന്നു. ഒരു 3:30 മണിക്ക് കോടയായിരുന്നു. ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. വൈകിട്ടായിരുന്നു. ആഹാ. മെസ്സി ഫുഡ് കഴിച്ചോ? ഇന്ന് കുറച്ച് മൂഡ് ഓഫ് ആണോ മുഖം? ഭയങ്കര ചൂടോ നമുക്ക് ക്ലാസ് രാവിലെ ഉള്ള ക്ലാസ്സുകൾ തന്നെയായിരുന്നു. അപ്പൊ അതാണ് സുഖമില്ല. ഭയങ്കര ചൂടും ചില ക്ലാസ്സിലെ വെന്റിലേഷൻ കുറച്ച് കുറവാണ്. ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചു. കഴിക്കുള്ളൂ. വർക്ക് എനിക്ക് വിശപ്പൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ ഏകാദശി എടുക്കുന്നതന്നെ ഭയങ്കര ഇതായിട്ടാ. പക്ഷെ ഏകാദശി ഞങ്ങൾ എടുക്കുമ്പോൾ വെള്ളമൊക്കെ കുടിക്കും കേട്ടോ. വെള്ളം ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കും. കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എടുക്കാം. ഏകാദശി എടുക്കുന്നവർക്ക് അറിയാം. ഞാനും പിടിക്കാറുണ്ട്. നിങ്ങളുടെ നോമ്പ് പറഞ്ഞാൽ ശരിക്കും പക്ഷേ നോമ്പ് ഇവരെ അല്ല. നോമ്പ് അതെ, ഫുഡ് ഭയങ്കര അരിഭക്ഷണം ഇതാട്ടോ. അല്ലാത്ത നമ്മളെ എല്ലാം കണക്കല്ല. കഴിക്കണം അല്ലേ? അല്ല, അല്ലേ ടീച്ചറെ? ഏകാദശിക്ക് അങ്ങനെ കഴിച്ചൂടാ. അല്ലല്ലോ, അരിഭക്ഷണം അല്ലാത്ത സംഭവങ്ങളൊക്കെ ഇല്ല, കഴിക്കില്ലേ? പഴവും ഏകാദശി സംഭവങ്ങളൊക്കെ കുറച്ചും കൂടെ കഴിക്കില്ലേ? ഇതായിട്ടുള്ള നോമ്പാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഫ്രൂട്ട്സ് കഴിക്കാൻ കണ്ടീഷൻ നോക്കാം. വെള്ളം കുടിക്കാം. നിർജ്ജലമായിട്ട് എടുക്കുന്നവരുണ്ട് ഒന്നും കഴിക്കാതെ. ഒന്നും കഴിക്കാതെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ പിറ്റേ ദിവസം ആവുമ്പോൾ തീരെ വയ്യാതെയാവും. പിന്നെ നല്ല തലവേദന പിടിക്കും. ഒന്നാമത് ഈ വെള്ളം കുടിക്കാതിരുന്ന ഒരു രക്ഷയില്ല. മൈഗ്രെയിനും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാ. പുതിയ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടല്ലോ കുറെ പേര്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞവരൊക്കെയാണോ ഉള്ളത് ഇപ്പൊ? ബാക്കി മാം, പിന്നെ ഇന്റേൺഷിപ്പ് ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടും ചെയ്യാമോ? ചെയ്യാലോ. ഇനിയിപ്പോ സ്കൂൾ അടച്ചില്ല എല്ലായിടത്തും. സ്കൂൾ അടച്ചില്ലെങ്കിൽ പറ്റില്ല. ഇപ്പൊ ജൂണില് ജൂണൊക്കെ ആവൂലേ? ജൂൺ ആദ്യം തന്നെ അവർ വരില്ല. ജൂൺ പകുതിയാവുമ്പോഴേക്കും കിട്ടുള്ളൂ. ജൂൺ ലാസ്റ്റൊക്കെയാണ്. ജൂൺ ജൂലൈയോട് കൂടി. ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടോ ടീച്ചറെ? ഇവിടെ ചോദിച്ചു. ഒരു 10 days എങ്കിലും വെക്കേഷൻ ഉണ്ടാവുമോ? വെക്കേഷൻ പറഞ്ഞത് അമിതമായിട്ട് അഭ്യർത്ഥിച്ചുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ടല്ലോ. ഇത് വിളിച്ച് ചോദിച്ചേക്കട്ടാ എന്തെങ്കിലും വേണോന്നുണ്ടെങ്കിൽ. ആ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാലോ. ഒരു 10 days ഒക്കെ വെക്കേഷൻ തരികയാണെങ്കിൽ ഭാഗ്യമായിരുന്നു. അത് ഞാനിവിടെ പറയാം. നിങ്ങളും ഒന്ന് അത് വളരെ നല്ലതായിരിക്കും. എനിക്ക് 1 മാസത്തെ റെക്കോർഡഡ് ക്ലാസ് ഫുള്ള് കാണാൻ കിടക്കുക. നിങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കും തരുന്നത് കേട്ടോ. ഓക്കെ, ഞങ്ങൾ ചോദിക്കാം. തന്നിരുന്നെങ്കിൽ റെക്കോർഡും കൂടെ കംപ്ലീറ്റ് ആക്കായിരുന്നു. ടീച്ചർ ഒന്ന് സെക്കൻഡ് റിക്വസ്റ്റ് ചെയ്യ ടീച്ചറെ. കുട്ടികൾ വെറുതെ ചോദിച്ച് ശല്യം ചെയ്യണ പറയും. ടീച്ചർ കൂടി ഒന്ന് കുട്ടികള് റിക്വസ്റ്റ് ചെയ്യാൻ. ശല്യം ചെയ്യണമെന്ന് പറയണേ. ക്ലാസ് എടുക്കുന്നുണ്ട്. മാം സ്മാർട്ട് പിന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ചെയ്യുന്നുണ്ടോ? സ്മാർട്ട് സ്ട്രീം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവിടെ ചോദിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് ബാക്കിയുള്ള സംശയങ്ങളൊക്കെ ടെക്നിക്കലി വിളിച്ച് ചോദിക്കാം. അവരുടെ കോണ്ടാക്ട് നമ്പർ തന്നിട്ടില്ലേ? അവരോട് ചോദിച്ച എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. മിസ്സേ, ക്ലാസ് ഒരുപാട് മിസ്സാവുന്ന കാരണേ എക്സാമിനെ കുറിച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ട്. എന്തൊക്കെയെ കാണിച്ചു കൂട്ടുകയെന്ന് ആലോചിച്ചിട്ടൊരു ടെൻഷൻ. ക്ലാസ് അതിനു മുന്നേ ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും. റെക്കോർഡ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം. എന്നാലും ഭയങ്കര ടെൻഷൻ. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നത് ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് പഠിച്ചേക്കണമെന്ന്. മാം മോക്ക് ടെസ്റ്റിലുള്ളത് ആയിരിക്കോ എക്സാമിന്? പോലെ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കുറച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും അറിയില്ല. എളുപ്പമായിരിക്കും പരീക്ഷ. എന്റെ ഭാഗം ഞാൻ മോക്ക് ടെസ്റ്റ് വീണ്ടും നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്തുകൂടെ? ചെയ്ത് തന്നെ വീണ്ടും ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്തോളൂ, പഠിച്ചോളൂ. എഴുതി വെച്ചിട്ടുണ്ടോ നോട്ട്? മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസോ? Ma'am, പിന്നെ ഫോണിലുള്ളതുകൊണ്ട് എഴുതി വെച്ചിട്ടില്ല. മാം മോക്ക് ടെസ്റ്റ് എല്ലാ ചാപ്റ്ററിനും എക്സാമിൻ ഒന്നുമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ? മിസ് തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചാപ്റ്റർ തീരുമ്പോ മിസ് തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതെ അതെ, അത് പഠിക്കാം.
ഓക്കെ, മാം എല്ലാ ചാപ്റ്ററും ഉൾപ്പെടുത്തിയിട്ട് മോക്ക് ടെക്സ്റ്റ് തരണേ. നിങ്ങളുടെ മാർക്ക് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, എത്രയിലാണെന്ന് ടോട്ടല്? അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂമിൽ. മാർക്കാണ് അല്ലെ, ഓരോ പാർട്ടിന് വെച്ചും 100 മാർക്ക് വെച്ചുണ്ട്. ഓക്കെ, ആ PDF ഇന്നലെ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, കണ്ടിരുന്നോ? 100 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണോ മാം? എല്ലാം ഒബ്ജക്റ്റീവ് ആണ്, ഒന്നും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടില്ല കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് പറ്റില്ലല്ലോ, നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലേ, ഇതുകൊണ്ട് എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം ഫസ്റ്റ് നമ്മുടെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ മൊഡ്യൂൾ പാർട്ട് തന്നെ എന്താണ് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. റിവിഷൻ ഒക്കെ നടത്താം. ചൈൽഡ് ഡെവലപ്മെന്റിൽ 100 മാർക്ക്, സൈക്കോളജി 100 മാർക്ക്, 1 യൂണിറ്റ് 6 to 10 വരെ 100 മാർക്കാണ്. പിന്നെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അറിയാലോ നിങ്ങൾക്ക്. പാർട്ട് 4 ഫിലോസഫി എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷിന്റെ എക്സാമിന്റെ കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല. പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പറയാൻ വയ്യ. ചോദിച്ചാണ്. ദെൻ പ്രാക്ടിക്കൽ സെക്ഷനും 200 മാർക്ക് വരുന്നത്. പ്രാക്ടിക്കൽ സെക്ഷന് 200 മാർക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ ആണ്. 200 മാർക്ക് പ്രാക്ടിക്കൽ, റെക്കോർഡ്സിന് 300 മാർക്ക്. എന്നുവെച്ചാൽ ഓരോന്നിന്റെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാണ് കേട്ടോ, ഒരുമിച്ച് പറഞ്ഞത്. ടോട്ടൽ അങ്ങനെ 1200 മാർക്കാണ് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ഡിപ്ലോമ സബ്ജക്റ്റിന്റെ മാർക്ക് വരുന്നത് കേട്ടോ. ജയിക്കണമെങ്കിൽ എത്ര മാർക്ക് വേണം ടീച്ചറെ? ഇനി എത്ര മാർക്ക് പറഞ്ഞു തരില്ല. അപ്പൊ അത് മാത്രം പഠിച്ചു വെച്ചാൽ മതിയല്ലോ അല്ലേ സത്യ? ടീച്ചറെ ഹലോ, അതിന് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാ മതിയോ? എന്താണ് അതില് പറഞ്ഞിരിക്കുന്ന ആ യൂണിറ്റ് മാത്രം പഠിച്ചാ മതിയോ? ഇതിന് പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് മാത്രം പഠിച്ചാൽ മതിയോ? അത് കൺഫേം ആക്കിട്ട് പറയാം കേട്ടോ. ഓക്കെ. മിസ്സേ, മിസ് അയച്ചിരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാ പോരെ ഓരോ ചാപ്റ്ററിലെ? ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കേട്ടോ, അത് ഞാൻ ഉറപ്പ് പറയുന്നു. അതേ മോഡലിലെ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് സെയിം അതേ മോഡലില് വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അല്ലേ? സെയിം അതേ മോഡലിൽ അതേ അല്ലേ? ശരിയാക്കാം കേട്ടോ. ചിലപ്പോ പാടായിരിക്കോട്ടെ, ചിലപ്പോ സൈക്കോളജി, ഒന്നും പറയാൻ പറ്റില്ല. മിസ്സേ ചതിക്കല്ലേ. ക്വസ്റ്റ്യൻസ് തന്നെ എടുത്ത മിസ്സേ, രണ്ടാമത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന മിസ്സിന് കുറച്ചുകൂടി ടഫ് ആയിരിക്കില്ലേ? മാം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ടീച്ചേഴ്സ് തന്നെയാണ്. കൂടുതൽ ടഫ് വരുന്ന ഒരു ഇതായിക്കോട്ടെ ഏതായിക്കോട്ടെ, സൈക്കോളജി ആണ് എപ്പോഴും പാടായിട്ട് വരാറ്. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയായിരിക്കും വരുന്നത്. പക്ഷെ മാം ഓരോരോ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് അവരവരുടെ ടീച്ചേഴ്സ് തന്നെയാണ്. ടീച്ചേഴ്സ് ആയിരിക്കുള്ളൂ. സൈക്കോളജി എന്ത് വന്നാലും അത് എന്റെ തലയിലേക്ക് ആയിരിക്കും അല്ലേ? ടീച്ചറെ കഷ്ടമുള്ളതൊന്നും ഇടല്ലേ? ഇല്ലില്ല. പാസ്സാവില്ലേ മിസ്സേ? പാസ്സാവില്ലേന്ന് നോക്കിയാ ഈ ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ് നമുക്ക് പേടിക്കേണ്ടത്. മറ്റതൊക്കെ ആണെങ്കിൽ കുറച്ച് അര മാർക്കെങ്കിലും ഒക്കെ തരൂല്ലേ. ഈ ഒബ്ജക്റ്റീവ് ആകുമ്പോ ഒന്ന് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? PSCക്ക് തുല്യ. നിങ്ങള് നെഗറ്റീവ് മാർക്കില്ല, അത് തന്നെ ഒരു മാറ്റം, വേറൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക്? മനസ്സിലായില്ലത് എങ്ങനെയായിട്ടെന്ന്? ആൻസർ ഓപ്ഷൻസ്, അതായത് ഒരു ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാല് 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ 2 നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പഠിക്കണം. അതായത് ആ 2 അല്ല എന്ന് ഉറപ്പിക്കണം. ഒരു പ്രത്യേക കഴിവ് വേണം ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യുക. പക്ഷെ അത് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് ചോദിച്ചിട്ട് നമുക്കറിയാം, നമുക്ക് അറിയാം, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ബാക്കിയുള്ള 2 പേരെല്ലാം ഉറപ്പാണ്. ജീൻ പിയാഷെ അല്ല, സിഗ്മണ്ട് ഫ്രോയിഡ് അല്ല എന്ന് ഉറപ്പാണ്. പിന്നെ കിടക്കുന്ന പേര് ആരാണ്? ഒന്ന് ഡാനിയൽ ഗോൾമാൻ ഉണ്ട്. പിന്നെ ആരാണ് ഫാദർ? ആരാണ്? വില്യം ഗുഡ്ഡറ്റ്. അപ്പൊ ആദ്യത്തെ 2 നമ്മൾ കളഞ്ഞു. പിന്നെ ഈ 2 നമ്മൾ കിടക്കുന്നു. ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചാൽ കിട്ടും, ആൻസറിലേക്ക് എത്താം കേട്ടോ. അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പഠിക്കണം. മോക്ക് ടെസ്റ്റ് പോലെയാണോ? മോക്ക് ടെസ്റ്റിൽ ആദ്യം ചെയ്തു. മോക്ക് ടെസ്റ്റ് പോലെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം.
അങ്ങനെ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവര് ചെയ്യണ്ട കേട്ടോ. പക്ഷെ എളുപ്പമാണ് അങ്ങനെ ചെയ്ത്. ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. ഈസി ആയിക്കോട്ടെ, എളുപ്പമായിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്ത് പഠിക്കാം. നമ്മൾ കേട്ടിട്ട് എക്സാമിനൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ വലിയ സമയവും പോവില്ല. അല്ലെങ്കിൽ നമ്മൾ 4 ഓപ്ഷനിൽ കിടന്ന് ഓടി മറിയും. അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഏതാണെന്നൊരു കൺഫ്യൂഷൻ. അത് രണ്ടെണ്ണം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സുഖമാണ്. എന്തോ എക്സാമിന് ടൈം ഉണ്ടോ? ടൈമോ? ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ എത്ര സമയം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടോന്ന്? അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എടുക്കുന്ന സമയപ്പെടുന്നത്. നമുക്ക് എന്നാലും ഒരു 2 മണിക്കൂർ എക്സാം ഉണ്ടാവും അല്ലെ? 2.5 മണിക്കൂർ എക്സാം ആയിരിക്കും. ഇതിൽ 2 മണി മുതൽ 3:30 വരെ അങ്ങനെ ആയിരിക്കും ചിലപ്പോ. അപ്പൊ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പഠിക്കണം. എളുപ്പമാണ്. ഇപ്പൊ നമുക്ക് ഓൺലൈൻ ആയതൊക്കെ ജസ്റ്റ് ഒരു ക്ലിക്ക് മതിയല്ലേ? ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലിങ്ക് വരുമ്പോ അത് ഓപ്പൺ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻസ് ആകുമ്പോ എന്താണ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നത്. മാം, നമ്മൾക്ക് ജൂൺ ലാസ്റ്റ് ആവുമ്പോഴാണോ ക്ലാസ് കഴിയാറ്? എന്തോ? ജൂൺ ലാസ്റ്റ് ആവുമോ ക്ലാസ് കഴിയാൻ? ജൂൺ ക്ലാസ്സിലേക്ക് പോവില്ല. എക്സാം ആ മാസം തന്നെ വരുമോ? എക്സാം മിക്കവാറും അടുത്ത മാസത്തോടുകൂടി ഉണ്ടാവും. മിക്കവാറും അടുത്ത മാസം കഴിയുന്നതോടുകൂടി. എക്സാം ഉണ്ടാവുക? എന്താണ് പേരെന്താണോ? രേഷ്മ. വർക്കിംഗ് ഡേയ്സിലും പകലല്ലേ എക്സാം ഉണ്ടാവുക? മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയല്ലേന്ന് അറിയാൻ വേണ്ടിട്ടാ. എക്സാം PG സ്റ്റുഡന്റിനും അടുത്ത മാസം തന്നെ എക്സാം വരുമോ? PG സ്റ്റുഡൻസിന് എനിക്കറിയില്ല. ഞാൻ PG എടുക്കുന്നില്ല. ചോദിച്ചിട്ട് പറയാം കേട്ടോ. നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. ഫൈനൽ എക്സാം ആണോ അടുത്ത മാസം എന്ന് പറഞ്ഞ? അല്ലല്ലോ. നമ്മുടെ കോഴ്സ് വരെയൊക്കെയായിരുന്നു മനസ്സിലായല്ലോ. പാർട്ട് ഏതൊക്കെയായിരുന്നു? നമ്മളെ മൊഡ്യൂള് 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുള്ള എക്സാം ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഇനി മോഡൽ എക്സാമിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നന്നായിരുന്നു. നമുക്ക് എങ്ങനെയെന്ന് അറിയായിരുന്നല്ലോ. ഞാനൊരു വിശാഖ സാറിന് സംസാരിച്ചു നോക്കട്ടെ. അങ്ങനെ ഒരു മോഡൽ ഒരെണ്ണം കണ്ടക്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇതിന്റെ പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല. എക്സാമിന് ഏതൊക്കെ വരും, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നാ പറഞ്ഞത്. മറ്റൊരു വിശാഖമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഒരു മോഡൽ ഒരെണ്ണം അത് വെക്കുമ്പോ ഓൺലൈൻ നേരത്തെ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വരാനായിട്ട് പറ്റുമല്ലോ. നേരത്തെ അറിയിപ്പിച്ചു കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഇത്ര ഇതുണ്ടെങ്കിൽ നമുക്ക് വരാൻ നൈറ്റ് പറ്റും. ഒക്കെ ആണെങ്കിലേ, നൈറ്റ് ഇപ്പൊ വല്ല ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ വരുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാലും 8 മണിയൊക്കെ ആവില്ല. ഇപ്പൊ ഡ്യൂട്ടി ടൈമിലും ഒന്നും നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നൈറ്റ് ആയിരിക്കും എക്സാം എഴുതാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്ന് തോന്നുന്നു. എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്നുള്ളേ. മറ്റുള്ളവരോട് ചോദിച്ചിട്ട്. പക്ഷെ ചിലു അത് ആഫ്റ്റർനൂൺ ആണ് എക്സാം നടത്താറ്. മിക്ക എക്സാമും ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ആഫ്റ്റർനൂൺ തന്നെയാണ് എക്സാം നടക്കുന്നത്. അത് പറയാം, നിങ്ങൾ അറിയിക്കാട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഓൺ ടൈം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഇല്ല. അല്ല മിസ്സേ, അപ്പൊ അടുത്ത മാസം എക്സാം ആണെങ്കിൽ പ്രാക്ടിക്കൽ സെക്ഷൻസ് ഒക്കെ എപ്പോഴാ വരിക? അടുത്ത മാസം ഏകദേശം ലാസ്റ്റോട് കൂടി. അതിന് മുമ്പ് നിങ്ങളുടെ പ്രാക്ടിക്കലൊക്കെ ഏകദേശം എത്തും. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ ലാസ്റ്റോട് കൂടി. അല്ല, കുറച്ച് ഒന്നുകൂടി ആലോചിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ചിരുന്നില്ല, നിങ്ങളാണോ ചോദിച്ചത്? അതെ മിസ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷും മലയാളം ഉണ്ടാവും ക്വസ്റ്റ്യൻ? ഇംഗ്ലീഷ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലല്ലേ ക്വസ്റ്റ്യൻ പോകും. എനിക്കുണ്ടാവും. മോഡൽ എക്സാം നടത്താൻ പറ്റുമോന്ന് ചോദിച്ചിട്ട്. മോഡലിന്റെ കാര്യം ചോദിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങള് ഷാമിസ് ക്ലാസ് എടുക്കുന്നില്ലേ നിങ്ങൾക്ക്? ക്ലാസ്സിൽ കയറുമ്പോ ഒന്ന് ചോദിക്കണം. ചോദിച്ചോളൂ, നേരെ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ചോദിച്ചോളൂ. കേട്ടോ. ഓക്കെ, നമ്മള് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് അല്ലേ?
ടൂറിനെ കുറിച്ച് ടൂറിനെ പറ്റി ടൂർ അല്ലേ? ടൂർ ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാംസ് പീസ്. പേജ് നമ്പർ എത്രയാ? എനിക്ക് PDF പേജ് അറിയാൻ പറ്റില്ല. അത് കാര്യങ്ങൾ നോക്കി പറഞ്ഞു. ഓക്കെ. അപ്പൊ ടൂർസ് 4 types ഓഫ് ടൂറുകൾ അല്ലെ? 4 ടൈപ്പ് ട്രിപ്സ് ആണ് പറയുന്നത്. മിസ്സേ ആ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്കൂൾ. അതില് അവിടെ അക്കോർഡൻസ് തന്നെയാണ് കേട്ടോ. അനുസൃതമായി എന്നുള്ളൊരു വാക്കാണ് അവിടെ വരുന്നത്. അക്കോർഡൻസ് ACCORDANCE. Accordance with the financial regulations and logistics to supervise whether the allocation in the school budget, അതായത് സ്കൂൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ഫണ്ട്സുകളും അലോക്കേറ്റ് അനുവദിച്ചു കൊടുക്കുന്നതും പിന്നെ എന്താണ് എല്ലാ ഫിനാൻഷ്യൽ റെഗുലേഷൻസിനൊക്കെ അനുമതി കൊടുക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ആരാണ്? സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുക. മനസ്സിലാക്കുക അല്ലെ? എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നതും എല്ലാ ഫണ്ടുകളും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അലോക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ അനുമതി കൊടുക്കുക. അതൊക്കെ അക്കാരുടെ ഡ്യൂട്ടിയാണ്, സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫിനാൻഷ്യൽ റെഗുലേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്കൂളിൽ ഒരു ഇയർ പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ആ ഒരു 1 ഇയറിലേക്കുള്ള മൊത്തത്തിലുള്ള ഒരു ദൗത്യം, അതായത് ലോജിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നതാണ് ആ ഒരു 1 ഇയറിൽ അക്കാദമിക് ഇയറിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ അവിടെ ഉൾക്കൊള്ളാം, എന്തൊക്കെ ദൗത്യങ്ങൾ നിറവേറ്റാൻ, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റെഗുലേഷൻസ്, ലോജിസ്റ്റിക് റെഗുലേഷൻസ് ഒക്കെ തീരുമാനിക്കുന്നതും ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഓക്കെ. യെസ്, യൂണിഫോം ഫീസ് പറഞ്ഞല്ലേ? ഓക്കെ. Tour functions and program fees. These are not fixed fees. According to management, the teacher and students pay. In some schools do not conduct any tours at all. Tours will be of 4 types. എന്താണ് ടൂറിന് നമുക്ക് ഒരിക്കലും എന്താണ് ഒരു ഫിക്സ്ഡ് റേറ്റ് പറയാൻ സാധിക്കില്ല. അതെങ്ങനെ സ്ഥലത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ റേറ്റ് പറയുന്നത് അല്ലെ? ഓക്കെ. പക്ഷെ എല്ലാ സ്കൂളുകളും എന്താണ് ടൂർ കണ്ടക്ട് ചെയ്യാറില്ല. പക്ഷെ ചില സ്കൂളുകൾ എന്താണ് കൃത്യമായിട്ട് ടൂറൊക്കെ കണ്ടക്ട് ചെയ്തിട്ടായിരിക്കും അവരവർ അക്കാദമിക് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ടൂർ തന്നെ 4 ടൈപ്സിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ജനറൽ ടൂർ, ഓവർലോഡ് ടൂർ, ലോക്കൽ ടൂർ, റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ ആൻഡ് ടീച്ചർ ടൂർ. ജനറൽ ടൂർ എന്ന് വായിക്കും. ജനറൽ ടൂർ എന്ന് വായിക്കും. General tour or long tour. It is for a long place arranged by the correspondent. Entire school is expected to participate once a year. Okay. It is for a long place arranged by the correspondent. Entire school is expected to participate once a year. ഒരു വർഷത്തില് എന്തായാലും ഒരു ലോങ് ടൂർ ഉണ്ടായിരിക്കും അല്ലെ? ലോങ് ടൂർ എന്ന് പറയുമ്പോൾ എവിടേക്കായിരിക്കും? അടുത്ത പ്രദേശത്തായിരിക്കും പോകുന്നത്. ലോങ് ടൂർ 1-2-3 ദിവസം ഒരു ട്രിപ്പ് ആയിരിക്കും ലോങ് ടൂർ അല്ലെങ്കിൽ ജനറൽ ടൂർ എന്ന് പറയുന്നത്. അത് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്താണ് സ്കൂൾ അത് പോയിരിക്കും. ദെൻ ലോക്കൽ ടൂർ. ലോക്കൽ ടൂറിന്റെ പ്രത്യേകത എന്താണ്? It is for a long place arranged by the correspondent. Sorry, a place with a town like a zoo, botanical garden, circus, child film, etc. എന്താണ് ലോക്കൽ ടൂർ എന്ന് പറയുന്നത്? അത് അടുത്ത സ്ഥലങ്ങളായിരിക്കും. അടുത്ത സ്ഥലം അല്ലെ? നമ്മുടെ പ്രാദേശിക സൂ അല്ലെ? എന്തെങ്കിലും സൂവോ അല്ലെങ്കിൽ ബോട്ടാനിക്കൽ ഗാർഡൻസോ സർക്കസോ എന്തെങ്കിലും കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന സിനിമയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ടൂർ അല്ലെ? ഒരു 1 ഡേ ടൂർ. യെസ്, 1 ഡേ ട്രിപ്പ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഷാരിബ, ഓക്കെ.
നെക്സ്റ്റ് വരുന്ന എന്താണ് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ ഔട്ട്ഡോർ ക്ലാസ്. എന്താണ് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്ന് പറയുന്നത്? റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ is otherwise called a walking tour. The teacher takes her own class students out for a hike. എന്താണ് ക്ലാസ്സിനുള്ളിൽ തന്നെ അടച്ചിരുന്ന് ക്ലാസ് ക്ലാസ് ടൂർ എന്ന് പറയുന്നത്? ഒരു ക്ലാസ് റൂമിന്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കാതെ അങ്ങനെയുള്ളതാണോ? ക്ലാസ് റൂമിന് പുറത്താ. ക്ലാസ് റൂമിന് പുറത്ത് ടീച്ചറും കുട്ടികളും കൂടെ പുറത്തു പോവുക. ആണോ? അതാണോ ഔട്ട്ഡോർ ക്ലാസ്? അതാണോ വാക്കിംഗ് ടൂർ എന്ന് പറയുന്നത്? പേരിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്ന് പറയുന്നത് തന്നെ എങ്ങനെയുള്ള പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിരിക്കും? ഇന്ത്യക്ക് പുറത്താണോ? ഹിസ്റ്റോറിക് പ്ലേസസ് അല്ലെ, ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യാനാണ്. അതാണ് പറഞ്ഞിട്ടില്ല. ഹിസ്റ്റോറിക് പ്ലേസസ്, ചരിത്രപരമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മോണിമെന്റ്സ് ഒക്കെ ഉള്ള പ്ലേസ്. വർത്താനം പറയണോ ക്ലാസ്സിലെ? അതായത് ടീച്ചർ സ്വന്തം കുട്ടികളെ സ്വയം ഇഷ്ടപ്രകാരം കൊണ്ടുപോകുന്ന ടൂറാണ് അല്ലെ. ടീച്ചറുടെ ഇഷ്ടപ്രകാരം ടീച്ചർ ഇൻട്രസ്റ്റ് കൊണ്ട് ടീച്ചർ കൊണ്ടുപോകുന്നതാണ് എന്താ റഷ്യൻ കൈൻഡ് ഓഫ് ടൈപ്പ് എന്ന് പറയുന്നതിനെ വാക്കിംഗ് ടൂർ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്നും അല്ലെങ്കിൽ അതർവൈസ് വാക്കിംഗ് ടൂർ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, the teacher takes her own class students out for a hike. Okay, അതായത് അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചു ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്ന് വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചോ കേട്ടോ. നെക്സ്റ്റ് എന്താണ് ടീച്ചർ ടൂർ? വായിക്കൂ. ടീച്ചർ ടൂർ. This tour is arranged by the correspondent. In all the above tour, the teachers is relaxed less. For the fulfillment of the teachers, the tour is arranged generally in the vacations by the management. എന്താണ് ടീച്ചർ ടൂർ എന്ന് പറയുന്നത്? പറഞ്ഞിട്ടുള്ള ടീച്ചർ മാത്രം പോണത്? ടീച്ചേഴ്സ് സ്റ്റാഫ് ടൂർ അറേഞ്ച് ചെയ്യുന്ന ഇപ്പൊ ടീച്ചർ പോയത് ടീച്ചർ ടൂർ അല്ലേ? അതെ, ഞങ്ങള് ടീച്ചർ പോയ ടൂർ ഹോൾ സ്മാർട്ട് ഫാമിലിയാണ് പോയത്. സ്റ്റാഫ് ടൂർ പറയാം. സ്റ്റാഫ് ടൂർ ആയിട്ട് കൺസിഡർ ചെയ്യാം. The story is arranged by the correspondent. In all above tours, the teacher is relaxed plus. അതായത് മറ്റു ടൂർസുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് ടീച്ചേഴ്സിന് റിസ്ക് ആണ് അല്ലെ. കുട്ടികളെ കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ എന്താണ് വളരെയധികം ടീച്ചർ വളരെ റിസ്ക് എടുത്താണ് പോകുന്നത്. അപ്പൊ അവിടെ റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈമില്ല. പക്ഷെ ടീച്ചേഴ്സിനോട് ടൂർ വയ്ക്കുന്ന സമയത്ത് എന്താണ് വളരെയധികം എൻജോയ് ചെയ്ത് പോകാനായിരിക്കും. ഓൺലി ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ടീച്ചേഴ്സിനോട് തന്നെ എൻജോയ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ടീച്ചേഴ്സ് the tour is arranged generally in the locations by the management. അപ്പൊ ടീച്ചർമാർക്ക് വേണ്ടിയിട്ട് ടീച്ചർമാർക്ക് ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ടീച്ചേഴ്സ് മാത്രമായിട്ടൊരു ടൂറ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ പറയണില്ലേ ടീച്ചറെ? അത് എന്താണ് പറഞ്ഞത്? റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്ന് പറയുന്നത് ടീച്ചറിന്റെ ഓൺ ഇൻട്രസ്റ്റില് ടീച്ചറിന്റെ ക്ലാസ് സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്ന ടൈപ്പ് ഓഫ് ടൂറാണത്. റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ ഒരു ക്ലാസ്സിലത്തെ കുട്ടികളെ മാത്രം അങ്ങനെയാണ്? ടീച്ചറിന്റെ ക്ലാസ്സിലെ കുട്ടികളെ മാത്രമായിട്ട്. അപ്പൊ എന്തെങ്കിലും മോണിമെന്റ്സുകൾ കാണിക്കാൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഒരു കമ്മ്യൂണിറ്റിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കൊണ്ടുപോകുന്ന ടൂറാണ്. ടീച്ചറിന്റെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുപോകുന്ന ടൂറാണ്. ക്ലാസ് കേട്ടോ, ടീച്ചറിന്റെ ക്ലാസ് മാത്രം. പേര് കേൾക്കുമ്പോ എന്തോ വലിയ സംഭവം. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ളും ടീച്ചേഴ്സിന് മാത്രമായിരിക്കുമല്ലോ. അതെ അതെ, പൂർണ്ണ ഉത്തരവാദിത്വം ടീച്ചറിന്റെ ആയിരിക്കും. പേയ്മെന്റ് ആയാലും എല്ലാം മാനേജ്മെന്റ് അതിൽ ഇടപെടത്തില്ലല്ലോ. ചിലപ്പോ ചിലപ്പോ ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് അല്ലെ. ക്ലാസ് ടീച്ചറിന്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകുന്നതായിരിക്കും. പക്ഷെ ഏറ്റവും റിസ്ക് കൂടിയ പരിപാടിയാണ് അതല്ലേ. റിസ്ക് ആണ്. കുട്ടികൾ എങ്ങനെയും മിസ്സാവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് സംഭവിക്കുക ആ ടീച്ചർ ഒറ്റയ്ക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും അല്ലേ?
പക്ഷെ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടായിരിക്കില്ലേ പോകുന്നത്? മാനേജ്മെന്റ് എല്ലാ സാങ്ഷനോടെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ടീച്ചറിന്റെ ഇൻട്രസ്റ്റിൽ കൊണ്ടുപോകുന്നതായിരിക്കും. നമ്മൾ ഏതൊരു സിനിമയില് വിനോദയാത്ര സിനിമയില് സ്റ്റഡി ക്ലാസ് പോലെ, ഏഹ് സ്റ്റഡി ടൂർ പോലെ. സ്റ്റഡി ടൂർ പോലെ നമ്മള് വിനോദയാത്ര സിനിമയിൽ ആ പാട്ടിൽ കാണുന്നില്ലേ, ഒരു പിക്ചർ കുട്ടികൾ മാത്രമായിട്ട് കണ്ടിട്ടുണ്ടാകുന്നില്ല. ഏത് പാട്ട് പാടുന്ന സമയത്ത് ഒരു ടീച്ചറും കുറെ കുട്ടികൾ മാത്രമായിട്ട് കണ്ടിട്ടില്ലേ? ഞങ്ങൾ സിനിമ ഒന്നും കാണാൻ പഠിച്ചേ അല്ലെ? ഞങ്ങളെ ഇവിടെയൊക്കെ ഉണ്ട് മാം. പിന്നെ അടുത്തുള്ള ഫാമിലേക്ക് കുട്ടികളെ അത് ഫാം കാണിക്കാൻ കൊണ്ടുപോവാ. പിന്നെ മരച്ചോട്ടിലൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ ടീച്ചേഴ്സ് പിള്ളേർ ആ ഒരു ടൈപ്പാണോ മാം? അതെ അതെ, അങ്ങനെയല്ല, പുറത്തേക്ക് കൊണ്ടുപോകും. അവിടെ സ്കൂള് മാത്രമല്ല, അതല്ലെങ്കിൽ അതായത് ഇപ്പൊ സ്കൂളിനടുത്ത് അബ്നോർമൽ ആയിട്ട് കുട്ടികൾ അങ്ങനെയൊക്കെ പഠിക്കുന്ന അടുത്തുള്ള കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ടാവില്ലേ? ഇപ്പൊ ഞങ്ങളുടെ ഒരു എക്സാമ്പിൾ, ഇവിടെ അംബേദ്കർ പാർക്ക് ഉണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ പേരാണ് സ്ഥാപിതമായത്. അദ്ദേഹത്തിന്റെ പ്രതിമയുണ്ട്, പിന്നെ കുറെ ഗാർഡൻ ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് വേണ്ട കുറച്ച് പാർക്ക് പോലെയുള്ള ഒരു സംഭവമാണ്. അവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവരുന്നത്. ടീച്ചറിന്റെ ക്ലാസ്സിൽ നിന്ന് മാത്രമായിട്ട് കുട്ടികളെ കുറച്ച് പിള്ളേരെ മാത്രമേ ഉണ്ടാവും. അങ്ങനെയുള്ള തൊട്ടടുത്ത പ്ലേസസ്, കാരണം ഹിസ്റ്റോറിക്കൽ പ്ലേസസ്. ഇപ്പൊ ഇവിടെ പാലിയം കൊട്ടാരമുണ്ട്, അവിടെയൊക്കെ ടീച്ചേഴ്സ് കൊണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള തൊട്ടടുത്ത സ്ഥലങ്ങൾ, ഒരുപാട് ദൂരമൊന്നുമല്ല, തൊട്ടടുത്ത സ്ഥലങ്ങളാണ്. ഓക്കെ, ടീച്ചർ ടൂർ മനസ്സിലായോ? മനസ്സിലായോ? ടൂറുകൾ 4 ടൈപ്പ് ഉണ്ടെന്ന് ഓർത്ത് വെക്കണം. ഇന്നെ പഠിച്ചു വെക്കണം. പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ജനറൽ ടൂർ, ലോക്കൽ ടൂർ, റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ ആൻഡ് ടീച്ചർ ടൂർ. Beside the program use of 2 types. One's inside the camps like a film show, puppet show, etc. Second one is outside the camps where the children are taken to see a circus, children's cinema, etc. These are all then and there are disposable fees. ഇനി ഇവിടെ എന്താ പറയുന്നത്? 2 ടൈപ്സ് പ്രോഗ്രാംസ് പറയുന്നത്. പുറത്തുള്ള 2 തരത്തിലുള്ള പ്രോഗ്രാംസ്. ഒന്ന് എന്താണ് പറയുന്നത്? വൺ ഇൻസൈഡ് ദ ക്യാമ്പസ്. അതായത് ഇൻസൈഡ് ദ ക്യാമ്പസ് എന്ന് വെച്ചാൽ ക്യാമ്പസിനകത്തായിട്ട്, അതായത് നമ്മൾ ഫിലിം ഷോ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? സ്കൂളുകളിൽ നമുക്ക് ഫിലിം ഷോ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ പപ്പറ്റ് ഷോ. പപ്പറ്റ് ഷോ എന്താണ്? പപ്പറ്റ് ഈ സർക്കസിലൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ, അതല്ലേ കർട്ടന്റെ പുറകില് ഈ ബൊമ്മ പോലെയുള്ള സംഭവം കൊണ്ട് ഉണ്ടാക്കില്ലേ? എന്താണ് സഫിയ? ബൊമ്മ ഇങ്ങനെ 2 പോലെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമല്ലോ. പാവം. അതൊക്കെ എന്താണ്? ക്യാമ്പസിനകത്ത് നടത്തുന്ന ഡിസൈൻ പ്രോഗ്രാംസ് ആണ് അല്ലെ? അകത്ത് നടക്കുന്ന ഇൻസൈഡ് പ്രോഗ്രാംസ് ആണ്. ഫിലിം ഷോ കണ്ടക്ട് ചെയ്യാം, പപ്പറ്റ് ഷോ ഒക്കെ കണ്ടക്ട് ചെയ്യാം. അടുത്ത പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്സൈഡ് ദ ക്യാമ്പസ്. ക്യാമ്പസിന് പുറത്ത് നടക്കുന്ന എന്തൊക്കെയാണ്? ക്യാമ്പസ് ചിൽഡ്രൻ ആ ടേക്കൺ സി സർക്കസ് കാണിക്കാൻ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ചിൽഡ്രൻ സിനിമ കാണിക്കാം. അതൊക്കെ എന്താണ്? അത് സെക്കൻഡ് വൺ ഔട്ട്സൈഡ്. അതായത് ഔട്ട്സൈഡ് എടുക്കുന്ന പ്രോഗ്രാമുകൾ. മറ്റേത് എന്താണ്? ഫിലിം ഷോ കണ്ടക്ട് ചെയ്യുന്നത്, പപ്പറ്റ് ഷോ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ എവിടെയാണ്? ഇൻസൈഡ് ദ ക്യാമ്പസ്. ക്യാമ്പസിനുള്ളിൽ, സ്കൂളിനുള്ളിൽ കണ്ടക്ട് ചെയ്യുന്നതാണ്. പുറത്ത് നടക്കുന്നത് എന്തൊക്കെയാണ്? സർക്കസ്, ചിൽഡ്രൻസ് സിനിമ. ഓക്കെ, ദീസ് ആർ ഓൾ ദ and there are disposable fees. അപ്പൊ ഇതിനൊക്കെ ഫീസ് എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും ഉള്ളതിന്റെ ഫീസ്? ഫീസ് ഉണ്ടായിരിക്കോ? കുട്ടികളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ? കുട്ടികളിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ ഒരുപാട് പൈസ ഒന്നും ഈടാക്കില്ല അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് തന്നെ അത് ഹാൻഡിൽ ചെയ്യായിരിക്കും. ഇപ്പൊ സ്കൂളിനകത്ത് നടത്താനൊക്കെ ആണെങ്കിൽ എന്താണ്? ടീച്ചേഴ്സ് തന്നെ ഹാൻഡിൽ ഫ്രീ ആയിട്ട് തന്നെയാണ് കുറച്ച്. അപ്പൊ അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ സർക്കസിനൊക്കെ ആണെങ്കിൽ ചെറിയൊരു പേയ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ടിക്കറ്റിന്റെ പൈസ എന്തെങ്കിലും. അപ്പൊ എടുക്കാൻ പറ്റുന്നവരാണ് കംപ്ലീറ്റഡ് ആയിട്ട് സ്കൂൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നൊരു ചെറിയൊരു തുക ഈടാക്കുകയും ചെയ്യും. ഫീസ് എന്ന് പറഞ്ഞില്ല അതിന്റെ മീനിങ്? ഡിസോർഡർ വെച്ചാൽ ഫീസ് ഈടാക്കുന്നില്ല എന്നൊരു രീതിയിൽ.
ഫീസ് നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളൊരു പേരില്ല കേട്ടോ. സോൾവ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ഓക്കെ. വലിയ വലിയ ഷോയൊക്കെ ആണെങ്കിൽ വലിയ ഒരു ഗ്രാൻഡ് എന്താണ് പറയാ ഫാനൽ ഷോ ഒക്കെയാണ് അല്ലെങ്കിൽ ഒരു മാജിക് ഷോ ഒക്കെയാണ് അങ്ങനെയൊക്കെ അതൊക്കെ വലിയ പ്രോഗ്രാംസ് അതിനൊക്കെ ചിലപ്പോൾ പൈസ ഈടാക്കിയിട്ട് സ്കൂളുകൾ അങ്ങനെ കണ്ടക്ട് ചെയ്യാറില്ലേ മാജിക് ഷോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ സ്പോൺസേർഡ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സ്പോൺസർഡ് പ്രോഗ്രാംസ് ആണെങ്കിൽ അത് അവരായിരിക്കും റെസ്പോൺസിബിലിറ്റി ഉപയോഗിച്ചത്. ഓക്കെ. In all about cases, ഒരാൾ വായിക്കാവോ ഈ പാരഗ്രാഫ് ലാസ്റ്റ്? In all the above cases, wherever the teacher is given any kind of fees collection works, the teacher should keep a notebook and enter the daily collection in it with date, name of students, amount collected, and the purpose as the heading of the page, preferably with the statement about the received amount. Total amount in words of the bill is put. She should not note the bill number, serial number, and the name of the students when the bills are dispersed. Okay. ഇവിടെ വായിച്ചു. Okay. In all about the cases where the teacher given any kind of fees collection works. അപ്പൊ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്തായാലും ടീച്ചേഴ്സിന് ആ പിരിവ് കളക്ട് ചെയ്യുന്നത് പൈസ കളക്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് ഈ മേൽപ്പറഞ്ഞ രണ്ട് സാഹചര്യങ്ങൾ. ചിലപ്പോ രണ്ട് തരത്തിലുള്ള പൈസകൾ ഈടാക്കിയിട്ട് വരാം. Yes. The teacher should keep a notebook and enter the daily collection in it with the date, name of students, amount collected, and purpose as the heading of the page. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ടീച്ചറിന്റെ കയ്യിലൊരു പ്രത്യേകമായൊരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കും അല്ലെ. ഏത് പ്രോഗ്രാം ആണ്, ഏത് കുട്ടിയിൽ നിന്നുമാണ്, ആ കുട്ടിയുടെ പേര് ഡേറ്റ് ഏത് amount ആണ് കളക്ട് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് അത് കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ. ഓരോ ബേസിൽ കൃത്യമായിട്ട് ഹെഡിങ്സ് ഒക്കെ കൊടുത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. Then preferably with the statement about the received amount, total amount in words of the bill is put. പിന്നെന്താണ് കൃത്യമായിട്ടൊരു ബില്ല് സൂക്ഷിക്കേണ്ടതാണ് അല്ലെ. അതായത് ബില്ലിൽ സ്വീകരിച്ച തുക എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അതിന്റെ കണക്കും കാര്യങ്ങളും അടക്കുന്ന കൃത്യമായൊരു രേഖ അതിൽ ഉണ്ടായിരിക്കും. Then she should note the bill number, serial number and the name of the students when the bills are dispersed. പിന്നെ എന്താ സംഭവിക്കുന്നത് ഈ ബില്ലുകളൊന്നും ഇല്ലെങ്കിൽ ചില ഒരു ബില്ല് എഴുതാതെ വെറുതെ വാക്കാലുള്ള തുകയൊക്കെ എഴുതി വെക്കും അല്ലെ. വാക്കാലുള്ള തുക ബില്ല് വേണ്ടാന്നുള്ളതില്ല. പക്ഷെ അങ്ങനെ എഴുതുന്ന ഏറ്റവും തെറ്റാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് നമ്മളത് എന്തിന് എഴുതി എന്ത് കാര്യത്തിന് എഴുതി ആർക്ക് കൊടുക്കുന്നുള്ളൊരു തെളിവുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ എഴുതുന്ന ടീച്ചർമാരുടെ വാക്കാലെ എഴുതി വെക്കും ഇന്ന തുക കൈപ്പറ്റിയെന്ന് എഴുതി വെക്കും. പക്ഷെ എന്തിനാണെന്നുള്ളത് ചിലപ്പോൾ മറന്നു വെച്ചിട്ടുണ്ടാവും. അപ്പൊ കൃത്യമായൊരു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇത് പ്രോഗ്രാമിനാണ് അത് മാജിക് ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് അസ്ന നീ പറഞ്ഞോ? ഓക്കെ. അതിനുശേഷം എന്താണ് ഇതിങ്ങനെ കീറി കൊടുക്കുന്ന സമയത്ത് ബില്ല് ഉണ്ടായിരിക്കില്ല. ബില്ല് ഒരു സ്റ്റുഡൻസിന് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് സീരിയൽ നമ്പർ, ബിൽ നമ്പർ, നെയിം ഓഫ് ദി സ്റ്റുഡൻസ് അതൊക്കെ കൃത്യമായിട്ട് കീറി എടുത്തിട്ട് വേണം വിദ്യാർത്ഥി അത് കൃത്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കീറി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അല്ലെ. സീരിയൽ നമ്പറും കുട്ടികളുടെ പേരിന്റെ നമ്പറൊക്കെ കൃത്യമായിട്ട് എന്താണ് എഴുതി ആ ബില്ലിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അതും ടീച്ചറുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഒരു നോട്ട്ബുക്കിൽ ശേഖരിക്കുക മാത്രമല്ല അതിന്റെയൊക്കെ ബില്ലുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിലെ കൃത്യമായിട്ട് സ്റ്റുഡൻസിന്റെ പേരും സീരിയൽ നമ്പറുകളും എന്താണ് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വളരെയധികം ശ്രദ്ധയപൂർവ്വമായിരിക്കും നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ബില്ലൊക്കെ ചിലപ്പോ താഴെ വീണ് പോയിന്നൊക്കെ വരാം. അപ്പൊ നമ്മുടെ കയ്യിൽ പോയി കഴിഞ്ഞത് ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും. അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതായത് ഇതിന്റെ പ്രോഗ്രാം ആണ് ഇതിന്റെ ബില്ലാണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ബില്ലുകളൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. അതാണ് അവർക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഇത്രയും നമ്മൾ പറഞ്ഞത് ഒരു സ്കൂളില് ടൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. 4 ടൈപ്സ് ഓഫ് ടൂറുകൾ ഉണ്ട്. പിന്നെ 2 പ്രോഗ്രാംസുകൾ വരുന്നുണ്ട്. പിന്നെ ടീച്ചർ അതെങ്ങനെയാണ് ഒരു പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബില്ലുകൾ സൂക്ഷിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്.
ഇനി വരുന്നത് എന്താണ്? ടേക്കിംഗ് പാർട്ട് ഓഫ് ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്സ്. ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സംബന്ധിച്ച് അധ്യാപകൻ ചെയ്യുന്ന മറ്റൊരു ഡ്യൂട്ടിയാണ് എന്ത്? ഒരു ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, പ്രോഗ്രാം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തവും ആദ്യം മുതൽ അവസാനം വരെ തീരുന്നത് വരെ എന്താണ്? ടീച്ചേഴ്സിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട് അല്ലെ? എന്തൊക്കെ വരുന്നുണ്ട്? അറേഞ്ചിങ് ദ VIP, സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, ഡ്രിങ്ക് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്സ്, പീസ് കീപ്പിംഗ്, ഗേറ്റ് ഡ്യൂട്ടി, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങൾ അധ്യാപകര് വഹിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ. The teacher should think of school as a home. When a function is celebrated in the home, everyone gets some part in the function. Besides, when a function is resolved to be celebrated in school or meeting is decided to be conducted in the school, the teacher has a part in it. The wonder work to be shared in the function and meetings are. For teacher സംബന്ധിച്ചിടത്തോളം എന്താണ്? Teacher should think of a school as a home. Teacher അവർക്ക് സ്കൂൾ എന്തായിട്ടാണ് ചിന്തിക്കേണ്ടതെന്നാണ് പറയുന്നത്? വീടായിട്ട് കണക്കാക്കണം. വീടായിട്ട് തന്നെ ആയിരിക്കണം. നമ്മൾ എവിടെയാണോ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം സ്ഥാപനമാണെന്നുള്ളൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കും അല്ലെ? ഹോം ആണെന്നുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പഠിപ്പിക്കാനും അവിടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാവണം. അപ്പൊ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ്? ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നത് നമ്മൾ അതിൽ എല്ലാ കാര്യങ്ങളും എടുക്കും. നമ്മുടെ വീട്ടിലാണ് നടക്കുന്നത്. അതേപോലെ തന്നെയായിരിക്കും നമ്മളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഓൾ ഇൻ ഓൾ ആയിട്ട് തന്നെ ആയിരിക്കണം ടീച്ചർമാരെ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ. പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻസ് സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു മീറ്റിംഗ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ടീച്ചേഴ്സ് അതിലൊരു ഭാഗമാകുന്നുണ്ട്. അപ്പൊ ടീച്ചർമാർക്ക് അതിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളെ സ്വീകരിക്കുന്നതിന്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന്, കുട്ടികളെ നിയന്ത്രിക്കുന്നതിന്, അവരുടെ ഭക്ഷണ കാര്യങ്ങൾ, പ്രോഗ്രാം ചാർട്ടുകൾ തയ്യാറാക്കുന്നതിന്, സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ഡ്യൂട്ടീസ് അങ്ങനെ ആർക്ക് വരുന്നുണ്ട്? ടീച്ചേഴ്സിന് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വരെ. ഇനി ഈ മീറ്റിംഗ് ഫംഗ്ഷന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളാണ് അവതരിപ്പിക്കേണ്ടത്. നെക്സ്റ്റ് ക്ലാസ്സില് ഞാൻ ഓരോരുത്തരുടെ പേര് പറയാം. നിങ്ങൾ ഇപ്പോ എത്ര പേരുണ്ട് ഇതില്? 5 ടീച്ചേഴ്സ്. 5 ടീച്ചേഴ്സിനെ ഞാനിപ്പോ MTCC തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങളിപ്പോ ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടത്താൻ പോവാണ് കേട്ടോ. നിങ്ങൾ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടത്താൻ പോകണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ 5 ടീച്ചേഴ്സ് ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലെ നെക്സ്റ്റ് ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ഓക്കെ, അത് നമ്മുടെ ഒരു ആക്ടിവിറ്റി ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മിസ്. അപ്പൊ ഏതൊക്കെ ടീച്ചേഴ്സ് ആണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അറേഞ്ചിങ് ദ VIP ഇൻവിറ്റേഷൻ കമ്മിറ്റീസ് അറേഞ്ച് ചെയ്യേണ്ടത് ഏത് ടീച്ചറാണ്? ദിവ്യ സിനോജ് ടീച്ചറാണ് കേട്ടോ. ദിവ്യയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ദിവ്യ അത് ക്ലാസ്സിൽ അവതരിപ്പിക്കണം കേട്ടോ. പോയിന്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ദിവ്യ ടീച്ചറാണ് VIP അറേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് നമുക്ക് ആർക്ക് കൊടുക്കാം? ഏത് ടീച്ചറിന് കൊടുക്കണം? സ്റ്റേജ് അറേഞ്ച്മെന്റ് നമുക്ക് അസ്ന ടീച്ചർ കൊടുക്കാം. അസ്ന അൻഷാദ്. അസ്ന അസ്ന സ്റ്റേജൊക്കെ നോക്കിക്കോളൂല്ലോ. ശ്രമിക്കാം, നന്നായിട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ് നമുക്ക് ചിലുവിന് കൊടുക്കാം. ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചിലു ടീച്ചർ കൈകാര്യം ചെയ്യും കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, പീസ് കീപ്പിംഗ്. ഇവിടെ സമാധാനം പുലർത്തുന്നത് ആരാണ്? MTCC-ലെ സമാധാന പ്രിയരായ ടീച്ചർ ആരും ഇല്ലേ? വിനീത കൊടുക്കാം. വിനീത വളരെ കൂളാക്കിയാമോ? വിനീത ബി അല്ലേ? വിനീത ആയിരിക്കണം പീസ് കീപ്പിംഗ് കേട്ടോ. സ്കൂളിന്റെ ഗേറ്റ് ഡ്യൂട്ടിയാണ് നമുക്ക് സഫിയക്ക് കൊടുക്കാൻ പറ്റുന്നത്. സഫിയ നന്നായിട്ട് കൈകാര്യം ഡ്യൂട്ടിയോ? ഗേറ്റ് ഡ്യൂട്ടി കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഗേറ്റിൽ നിൽക്കാനല്ല പറയുന്നത് സഫിയ.
അവിടെ ഏറ്റവും ഓക്കെ എന്നെ സെക്യൂരിറ്റി ആക്കിയില്ലേ ടീച്ചറെ, സത്യം പറയും. സെക്യൂരിറ്റി ആവുന്നത് എങ്ങനെയാണ്? നമ്മുടെ കുട്ടികളെ, നമ്മുടെ സ്കൂളിലെ കുട്ടികളെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഡ്യൂട്ടിയല്ലേ. അതാണ് ഏറ്റവും വലിയ പണിയുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ പ്രോഗ്രാമിന്റെ ഇടയിലൂടെ കുട്ടികൾ പുറത്തു പോയതൊക്കെ നോക്കണം. അതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ്. അതൊക്കെയാണ് അതിന്റെ അകത്തുള്ളത്. ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും വില കൂടിയ ഡ്യൂട്ടിയാണ്. കുട്ടികൾ അതെ, അവരെന്തെങ്കിലും മറ്റുള്ള വാഹനങ്ങൾ വരുന്നത് വരെ നോക്കണം. അപ്പൊ വെയിറ്റ് ചെയ്ത് കുട്ടികൾ പുറത്തു പോയാൽ സഫിയുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. സത്യം. ഓക്കെ, എനിക്കൊരു സെക്യൂരിറ്റിന്റെ ഫീലാണ് കിട്ടിയത്. നമ്മൾ പോകാനായിട്ടൊരു ടീം ഉണ്ടാവും അല്ലേ? ബാക്കി ടീച്ചർമാരുടെ ചോദിക്കും. സെക്യൂരിറ്റി അങ്ങനെയല്ല, നമ്മുടെ കുട്ടികളുടെ സെക്യൂരിറ്റി ആണ്. നമ്മുടെ ഒരു സുരക്ഷിത നമ്മുടെ കുട്ടികളല്ലേ, നമ്മുടെ കുട്ടികൾ നമ്മളെ കൺവെട്ടത്തുനിന്ന് പോയി അത്രയും സെക്യൂറായി നോക്കണ്ടേ? അതുപോലെ എങ്ങനെ പറയുന്നത് ഗേറ്റ് നോക്കൂലെന്ന്, കുട്ടികളെ കൺട്രോൾ ചെയ്താണ്. സഫിയൊക്കെ പറ്റും നോക്കുന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ഗേറ്റിൽ പോയി നിൽക്കുമെന്ന് വേണ്ടല്ലോ, അതൊക്കെ പറയണല്ലേ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, വേണമെങ്കിൽ ചെയ്തോളാം. ഓക്കെ, ഇനി സഫിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഗേറ്റ് ഡ്യൂട്ടി ഏറ്റെടുക്കുന്നതിനെ മാറ്റിത്തരാം. വേണ്ട, പ്രാക്ടീസിന് പോയ ടൈമിൽ എനിക്ക് ഡ്യൂട്ടി കിട്ടീനു മിസ്സേ, പ്രോഗ്രാം ഡ്യൂട്ടി. ഓക്കെ ഓക്കെ, ചെയ്തിരുന്നോ ഷാരിബ? ഞാൻ ചെയ്തിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തപ്പോ? സൂപ്പർ ആയിരുന്നു. വീട്ടിലെത്തിയപ്പോ വളരെ ക്ഷീണിച്ചു, എന്നാലും അടിപൊളിയായിരുന്നു. സ്കൂളിൽ എന്ത് ഉത്തരവാദിത്തം തന്നാലും അത് ഏറ്റെടുക്കണം കേട്ടോ. പറ്റുന്നത് പോലെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മൾ മാറി നിൽക്കുന്ന സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്തോട്ടെ? എനിക്ക് എന്താ അതിൽ ഡ്യൂട്ടി മനസ്സിലായില്ല. എന്താ എനിക്കറിയില്ല, അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളോട് ചെയ്യാനുള്ള ഈ പറഞ്ഞ പോയിന്റ്സുകൾ നിങ്ങളെ ഓരോ ടീച്ചറാണെന്ന നിലയിൽ നിങ്ങൾ അവതരിപ്പിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്കത്? മിസ്സേ, ഈ പീസ് കീപ്പിംഗിൽ വരുന്നതാണോ നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ? സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുന്നേ അവരെ പോയി കോണ്ടാക്ട് ചെയ്തിട്ട് ടൈമിൽ ഇത്ര ടൈമിൽ റെഡി ആവുന്നൊക്കെ പറയല്? പീസ് കീപ്പിംഗിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളെ അവർ അറേഞ്ച് ചെയ്യുന്നതൊക്കെ അത് വരുന്ന കാര്യമാണ്. ഓക്കെ, അതാ ഞാൻ ചെയ്തിരുന്നേ. എന്നാ പീസ് കീപ്പിംഗ് ഞാൻ ആയിരിക്കാ കൊടുത്തത്? അത് വേണ്ട, ആരെങ്കിലും ചെയ്തോട്ടെ, എന്റേത് കഴിഞ്ഞു. അപ്പൊ 2 ടീമിനെ കൊടുത്തോളൂ ടീച്ചറെ. ഇനി ഒരു 5 കുട്ടികളെ കൂടി സെലക്ട് ചെയ്യാം. അപ്പൊ അവർക്ക് ഇനി വിഷമം ഉണ്ടാവില്ലേ കുറെ പേർക്ക്? സഫിക്ക് ഗേറ്റ് ഡ്യൂട്ടി മാറ്റണം. അപ്പൊ സഫിക്ക് ഞാൻ അന്ന് സ്റ്റേജ് അറേഞ്ച്മെന്റ് തരാം. സ്റ്റേജ് അറേഞ്ച്മെന്റ് ആയിരിക്കാ തന്നത്? എനിക്കാണ് മിസ്സേ. അസ്ന അപ്പൊ ഗേറ്റ് ഡ്യൂട്ടി നോക്കിക്കോളൂല്ലേ അസ്ന? എനിക്ക് ഏതും മനസ്സിലായില്ല, ശരിക്കും നോക്കട്ടെ. എന്റെ ദൈവം, ഇതിപ്പോ സ്കൂളിൽ പോയി ഗേറ്റ് നോക്കണമെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കണം നിങ്ങള്. ഇത് വെറുതെ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞത്. നല്ല തമാശ. കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾക്കിന് മനസ്സിലായിട്ടുണ്ടോ? വേണ്ട, ഗേറ്റ് ഡ്യൂട്ടി ഇപ്പൊ ആരും ചെയ്യണ്ട, ഞാൻ പറയാം. ഗേറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയ ഒരാളോടെ ഉണ്ട്. ഗേറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയ ഒരാളുണ്ട്. ആള് വന്നിട്ടില്ല പക്ഷെ. അച്ഛ ചെയ്തോളോ? ഇത് എങ്ങനെ ചെയ്യേണ്ടി? അച്ഛ അതൊന്ന് വെറുതെ വായിക്കാനാണ് നിങ്ങൾക്ക് ഞാനത് തന്നത്, ആക്ടിവിറ്റി എന്ന് പറയാനായിട്ട്. തന്നിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് വായിച്ചാൽ മതി. നിങ്ങളാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്തോളാം. ഇതൊക്കെ പ്രാക്ടിക്കൽ സെക്ഷനിൽ കൊടുക്കണം. അപ്പൊ അറിയാം. ഗേറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയ ആളെന്ന് ലീവാണ്. നിഷയാണ് ഞാൻ ചെയ്തോളൂ. പക്ഷെ കാര്യം വയ്യ. നിഷ കുറെ ക്ലാസ്സിലായാലും കേട്ടിട്ട്. എനിക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് തോന്നുന്നു. നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നിഷയെ അന്വേഷിച്ചു പറയണം കേട്ടോ. ടീച്ചർക്ക് വേണ്ടി ഒരു കവിത എഴുതാൻ പറഞ്ഞിട്ടില്ലേ? എഴുതി കഴിഞ്ഞോണ്ടോ അല്ലേ? അതൊക്കെ കൺവോക്കേഷന്റെ കുട്ടിയും പാടിക്കോളും.
ഇവിടെ പാടാനില്ല, ഓൺലൈനിലല്ല, വരുമ്പോ കൊണ്ടുവരാനാണ് പറഞ്ഞത് മോള്. അങ്ങനെ പിന്നെ പറഞ്ഞത് നമുക്ക് വരുമ്പോ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് പ്രാക്ടീസിന്റെ ക്ലാസ് ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് ഓൺലൈനിൽ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണെന്നുള്ളത് കേട്ടോ. പിന്നെ തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ മിക്കവർ അറ്റൻഡ് ചെയ്യാൻ നോക്കണം. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ് വരുന്നത്? സ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ അല്ല, 6th ചാപ്റ്റർ ആയിട്ട് എടുക്കുന്നത്, യൂണിറ്റ് 6 ആയിട്ട് എടുക്കുന്നത് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ആയിരുന്നു കേട്ടോ. ഒന്ന് നോക്കി വെച്ചേക്കണേ. ഓക്കെ മിസ്. അപ്പൊ അത് കഴിഞ്ഞിട്ടേ 4 എടുക്കുള്ളൂ. എന്തോ അത് ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരിക്കും എടുക്കുന്നത്. ഷംസ അറിയാതെ ഓക്കെ. അപ്പൊ സൈൻ ഔട്ട് ആരാ? ഞാനാണ് മിസ്. ജിസ്മോൾ. ഞാനൊരു ചെറിയ പാട്ട് പാടാം. ഉത്തരി പാടം പച്ച വിരിച്ചാൽ പൂവിന് പോകണ്ടേ, ഒത്തിരി ഒത്തിരി മുത്തുകൊരുത്തൊരു തത്തയെ കാണണ്ടേ, മാനത്തെ ചെമ്പകം പൂത്തില്ലേ, മാമഴ പ്രാവ് പറന്നില്ലേ, വെള്ളരി കിണ്ണത്തിൽ എന്തുണ്ട്, പുള്ളി പശുവിന്റെ പാലുണ്ട്, പുസ്തകത്താളിൽ ഒളിച്ച കിനാവിന് പത്തരമാറ്റുണ്ട്, മിന്നാ മിന്നി ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാം തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല, ഒന്നാമത്തെ തോണിയിലേറി പൊന്നാരമ്പിളി വന്നിറങ്ങുമ്പോൾ തന്നിടാം ഒരു പൊന്നോല, മിന്നാ മിന്നി ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാം തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല. വെരി ഗുഡ് ജിസ്മോൾ, നന്നായിട്ട് പാടേട്ടാ. താങ്ക് യു ടീച്ചർ. ടീച്ചറെ മുഖമൊക്കെ ഒന്ന് നല്ല ഹാപ്പി ഫേസ് ആയി ഈ പാട്ട് കേട്ടപ്പോ. ഓക്കെ, താങ്ക് യു. ആയിക്കോളൂ. താങ്ക് യു മിസ്. താങ്ക് യു.